ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഐനോസ് കിച്ചൻ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു യൂട്യൂബറെ പറ്റിയാണ്. ചരിത്രത്തിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ ധൈര്യം കാണിച്ച യുവാവ്, മതഭ്രാന്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ പുത്തൻ പ്രതീക്ഷ. ധ്രുവ് റാഠി. യൂട്യൂബ് എന്നാൽ കേവലം പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗം മാത്രമല്ല, അതിനുമപ്പുറം അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചെന്ന യുവാവ്. കണ്ടന്റ് ക്രിയേറ്ററായി ഇദ്ദേഹം വരുന്നതാകട്ടെ ഹരിയാനയിൽ നിന്നും. 29 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിന് മെക്കാനിക്കൽ റിന്യൂവബിൾ എഞ്ചിനീയറിംഗ് എനർജിയിൽ ബിരുദാനന്തര ബിരുദവുമുണ്ട്. ഇഷ്ടവിഷയങ്ങൾ സാമ്പത്തിക ശാസ്ത്രവും പൊളിറ്റിക്കൽ സയൻസും. 2011 അണ്ണാ ഹസാരയുടെ സമരം അത് കണ്ടാണ് അദ്ദേഹം ഇൻസ്പയർ ആയത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 2011 അണ്ണാ ഹസാര സമരത്തിലൂടെയാണ് ഇദ്ദേഹം ഇൻസ്പയർ ആയതെന്ന്. RSSന്റെ വിദ്വേഷ പ്രചരണങ്ങളും പിന്നെ അത് നടത്താൻ അല്ലെങ്കിൽ ആ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താൻ അവർ അവലംബിച്ച മാർഗങ്ങളും പിന്നെ എന്താ പറയുന്നത് അതിന്റെ പ്രചരണങ്ങൾ എന്ന വീഡിയോ ഇദ്ദേഹം പുറത്തിറക്കുകയുണ്ടായി. ഈ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് ചർച്ചകൾ വഴിവെച്ചു. അത് മാത്രമല്ല, ഉത്തരേന്ത്യയിലെ ഒട്ടുമിക്ക ആൾക്കാരും മാറി ചിന്തിക്കുവാനൊക്കെ തുടങ്ങി. അങ്ങനെ അതിൽ ഇദ്ദേഹത്തിന് വളരെ വലിയൊരു പങ്കുണ്ടായിരുന്നു. അത് നമ്മൾ ഒരിക്കലും കാണാതെ പോകരുത്. നമസ്കാർ ദോസ്തോം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന വളരെ ലളിതമായ അവതരണ ശൈലി സാധാരണക്കാരന്റെ ചിന്താമണ്ഡലങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ സ്വാധീനിച്ചു. 2014 അദ്ദേഹം വെറും ഒരു ട്രാവൽ വ്ളോഗറായിട്ടാണ് തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ചാനലിന്റെ ആരംഭം എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. അന്ന് അദ്ദേഹത്തിന് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാവരെയും പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരെ പോലെയൊക്കെ 0 സബ്സ്ക്രൈബറുമായി തുടങ്ങിയ അദ്ദേഹം 2024 എത്തി നിൽക്കുമ്പോൾ ഏകദേശം 21 മില്യണിലധികം സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിനുണ്ട്. അതെന്താണെന്ന് അങ്ങനെ 21 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വീഡിയോസ്. അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ട് ഇൻഫ്ലുവൻസ് ആയവരുണ്ട്, അതിനെ ബഹുമാനിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയവരുണ്ടാകും. ഇങ്ങനെയുള്ള ആൾക്കാരുടെ സബ്സ്ക്രിപ്ഷൻ ആണല്ലോ അദ്ദേഹത്തെ 21 മില്യണിലേക്ക് എത്തിച്ചത്. എന്തായാലും രാജ്യത്തിന്റെ പുരോഗതിയെ പറ്റിയും രാജ്യത്തെ പൗരന്മാരെ ബോധവാന്മാരാക്കുന്നതിനെ പറ്റിയും അവരുടെ ഇല്ലായ്മയും വല്ലായ്മയും ഒക്കെ പറയുന്നതിനെ പറ്റിയും അദ്ദേഹം കൂടുതൽ അതിനെപ്പറ്റി വാചാലനാവുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പൊ ഇത് കാരണം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹം വളരെ അധികം പോപ്പുലാരിറ്റി നേടുകയും അദ്ദേഹത്തിന്റെ വീഡിയോസിന് 20 മുതൽ 25 മില്യൺ വരെയൊക്കെ വീഡിയോസിന് വാച്ച് ടൈം ഉണ്ടാകുകയൊക്കെ ചെയ്തു. വാച്ച് ടൈം എന്ന് പറയുമ്പോൾ വ്യൂവേഴ്സ് ഉണ്ടാകുകയൊക്കെ ചെയ്തു. അതാണ് അദ്ദേഹം ചെയ്ത കാര്യങ്ങളിൽ ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇലക്ട്രൽ ബോണ്ട്, EVM, മണിപ്പൂർ, തൊഴിലില്ലായ്മ, സർജിക്കൽ സ്ട്രൈക്ക്, നോട്ട് നിരോധനം, ഗോമാതാവും ഇന്ത്യയും, കാർഷിക പ്രക്ഷോഭം, ആധാർ വിവരങ്ങളുടെ ചോർച്ച, GST, സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനം, ജമ്മു കാശ്മീർ, റഫാല്, ഫുൾഡോസർ രാജ് എന്നിവ അദ്ദേഹം തുറന്നു കാട്ടി. എന്നിവയിലെ കൃത്രിമത്വം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വ്യക്തതയില്ലായ്മ അദ്ദേഹം തുറന്നു കാട്ടി. അത് കാരണം എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ BJP സർക്കാരിന്റെ കണ്ണിലെ കരടായി അദ്ദേഹം മാറുകയുണ്ടായി. വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെട്ട ദി കേരള സ്റ്റോറി എന്ന വീഡിയോ ആണ്, വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ വീഡിയോ ആണ്. കേരളത്തിൽ ധ്രുവിൻ്റെതായി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട വീഡിയോ. 20 മില്യണിലധികം ആൾക്കാരാണ് ദ കേരള സ്റ്റോറി എന്ന വീഡിയോ കണ്ടത്. BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിക്കുന്നത് ഡിക്റ്റേറ്റർ എന്ന വീഡിയോ പ്രസിദ്ധീകരിച്ചപ്പോൾ അല്ലെങ്കിൽ അത് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളും അദ്ദേഹം അതിൽ നിന്ന് എന്താണോ ഉദ്ദേശിച്ചത് അതെല്ലാം കരഘോഷങ്ങളോട് സ്വീകരിക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, അതിന് വളരെ പോപ്പുലാരിറ്റി ഉണ്ടാകുകയും 25 മില്യണിലധികം ആൾക്കാർ ആ വീഡിയോ കാണുകയും ചെയ്തു, ഷെയർ ചെയ്യപ്പെടുകയും ചെയ്തു. അത് മാത്രമല്ല, അതിന് സെക്കൻഡ് പാർട്ടായി വന്ന വീഡിയോയ്ക്കും 20 മില്യണിലധികം ആൾക്കാരെ കിട്ടുകയും ചെയ്തു, അല്ലെങ്കിൽ 20 മില്യണിലധികം ആൾക്കാർ കാണുകയും ചെയ്തു. ഈ അടുത്ത സമയത്തായി 3 ദക്ഷിണേന്ത്യൻ ഭാഷകൾ ഉൾപ്പെടെ മൊത്തത്തിൽ 5 ഭാഷകളിൽ അദ്ദേഹം ചാനൽ തുടങ്ങുകയുണ്ടായി. തമിഴ്, തെലുങ്ക്, കന്നഡ, മറാത്തി, ബംഗാളി എന്നിങ്ങനെ 5 ഭാഷകളിലാണ് അദ്ദേഹം ചാനൽ തുടങ്ങിയത്. ഇതിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നതും അദ്ദേഹം തന്നെയാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരിക്കൽ ഫേസ്ബുക്ക് പോലും ധ്രുവിനെ പൂട്ടുകയുണ്ടായി. അതിന് കാരണം എന്താണെന്ന് അവർ പറയുന്നത് ഫാസിസ പരാമർശമാണ്. പക്ഷേ 12 മണിക്കൂറുകൾക്കിപ്പുറം ഫേസ്ബുക്ക് അവരുടെ ലോക്ക് പിൻവലിക്കുകയും ധ്രുവിനോട് മാപ്പ് പറയുകയും ഉണ്ടായി. അത്രത്തോളമായിരുന്നു ധ്രുവിന്റെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്. തന്റെ ചാനലിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങളാണ് ഏറെയും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഡെമോക്രസിയിൽ വേണ്ടതും അത് തന്നെയല്ലേ. വിമർശനങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ചെവി കൊടുക്കാതെ രാജ്യത്തെ ഇന്റർനെറ്റ് സംവിധാനങ്ങൾ പോലും ഇല്ലാതാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യപ്പെടുന്ന ഭരണത്തലവന്മാരുള്ള നാട്ടിൽ ഒരു ധ്രുവല്ല 1000 ധ്രുവന്മാരെങ്കിലും ഉണ്ടായിരിക്കണ്ടേ. വീഡിയോകൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതോടെ ഭീഷണികളും എത്തിത്തുടങ്ങി. നീ ചാന്ദിനി ചൗക്കിലേക്ക് വാടാ, നിന്നെ ഞങ്ങൾ ശരിയാക്കുമെന്നുള്ള ആക്രോശവും അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയുമായിരുന്നു മാസ്. കൃത്യം അടുത്ത ദിവസം തന്നെ ഇന്ത്യ ഗേറ്റിന് മുമ്പിൽ വരികയും ഫോട്ടോ എടുക്കുകയും അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് വ്യക്തമായ ഒരു താക്കീത് അല്ലെങ്കിൽ ഒരു തുറന്നു പറച്ചിലായിരുന്നു.
അഭിപ്രായങ്ങൾ പറയുന്ന ആരെയും പേടിപ്പിച്ച് നിങ്ങൾക്ക് വശത്താക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പേടിപ്പിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്ന് ശക്തമായതാക്കിയത്. അതല്ലേ ഒരു തരത്തിൽ കട്ട ഹീറോയിസം. കന്യാകുമാരിയിൽ 2 ദിവസത്തെ ഏകാന്ത ധ്യാനത്തിനിടയിൽ ട്വിറ്ററിൽ പോസ്റ്റുകൾ ഇടാൻ മത്സരിച്ച പ്രധാനമന്ത്രിക്കെതിരെ ധ്രുവ് രംഗത്തെത്തിയിരുന്നു. വിമാൻ ചുഴലിക്കാറ്റ് സൃഷ്ടിച്ച നാശനഷ്ടങ്ങളുടെ ദുരിതബാധിതർക്കൊപ്പം ചിന്തകളും പ്രാർത്ഥനകളും എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം കുറിച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്തിയപ്പോഴും സ്റ്റാർ ധ്രുവ് തന്നെയായിരുന്നു. എക്സിറ്റ് പോൾ ഫലങ്ങൾ അന്വേഷിക്കണമെന്നും ഓഹരി വിപണിയിൽ കൃത്രിമത്വം കാണിക്കാനാണോ ഇവരിതൊക്കെ ചെയ്തു കൂട്ടിയതെന്നും അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇവരോട് ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയായിരുന്നു എന്നും ഉള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹം ചോദിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ പ്രതിപക്ഷത്തിനൊപ്പം, അതുമല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് മുകളിൽ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്ന ഇന്ത്യ എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെമോക്രസിക്ക് പ്രതീക്ഷയായി മാറുകയാണ് ഹരിയാനയിൽ നിന്നുള്ള ഈ 29-കാരനായ യുവാവ്. ഈ അടുത്തിടെയായി ഒരു BJP നേതാവ് പറയുകയുണ്ടായി ഇന്ത്യ ദരിദ്രരേഖയ്ക്ക് മുകളിലാണെന്ന്. ഇത് പറഞ്ഞപ്പോൾ അവിടെ കേട്ടുകൊണ്ടിരുന്ന കുറെ ആൾക്കാർ, ഒരു കുട്ടി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര ആൾക്കാർക്കാണ് അരി അല്ലെങ്കിൽ റേഷൻ മാസം കൊടുക്കുന്നതെന്ന്. അദ്ദേഹം വളരെ ഗർവോടെ പറയുകയാണ്, ഞങ്ങൾ 75% ആൾക്കാർക്ക് ഒരു മാസം അരി ഫ്രീ ആയി കൊടുക്കുന്നുണ്ട് എന്ന്. അതിന് ആ കുട്ടി പറഞ്ഞ ഉത്തരമാണ് നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം. അതായത് 75% ആൾക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് നിങ്ങൾ അരി ഫ്രീ ആയി കൊടുക്കുന്നെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും ഇന്ത്യ ദാരിദ്ര്യമുക്തമാണെന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ദാരിദ്ര്യമില്ല എന്ന്? അപ്പോ അവിടെ കൂടി നിന്ന മാധ്യമപ്രവർത്തകർ ആ കുട്ടിയോട് ചോദിക്കുകയാണ്, നീ ഒരു ചെറിയ കുട്ടിയല്ലേ, നിനക്ക് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന്. അതിന് ആ കുട്ടി പറഞ്ഞ ഉത്തരമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. എനിക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ കിട്ടിയത് ധ്രുവ് റാഠിയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ വൈറ്റലായിട്ടുള്ള ഇത്തരം ഇൻഫർമേഷൻസ് കുട്ടികൾ വരെ എത്തപ്പെടുന്നു, അല്ലെങ്കിൽ എഴുത്തും വായനയും അറിയാത്ത, അല്ലെങ്കിൽ ഉത്തരേന്ത്യ പോലെയുള്ള വിദ്യാഭ്യാസം വളരെ കുറഞ്ഞ സ്റ്റേറ്റുകളിൽ ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ യൂട്യൂബ് ചാനൽ മുഖേന അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ അക്ഷരം തെറ്റാതെ വിളിച്ചുകൂടെ ഇൻഫ്ലുവൻസർ എന്ന്. അപ്പോൾ ധ്രുവിന്റെ വീഡിയോകൾ കാണുന്ന ധ്രുവിനെ പോലെ ആവാൻ, അല്ലെങ്കിൽ ധ്രുവിന് മുകളിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ, സത്യങ്ങൾ വിളിച്ചു പറയാൻ മടിയില്ലാത്ത 1000 ധ്രുവമാർ ഉണ്ടാകട്ടെ എന്ന ആശംസകളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.